സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയങ്കിളാണെങ്കിൽ നന്ദനോട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നന്ദൻ്റെ സംസാരത്തിൽ സംശയം തോന്നിയിട്ട് ഹരിയങ്കിൾ പിന്നീട് പ്രഭാവതിയോടും ചോദിക്കുന്നുണ്ട്, പ്രഭയ്ക്ക് എന്തെങ്കിലും അറിയോ, നന്ദൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ഹരിയേട്ടാന്ന് തന്നെയാണ് ഈ പ്രഭാവതി പറയുന്നത്. പിന്നീട് നമ്മളുടെ CP അരുന്ധതിയെ കാണാനായിട്ട് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഋഷിയെ കാണുന്നുണ്ട്. ഋഷീനെ കണ്ടിട്ട് CPക്ക് അത് ഋഷിയാണെന്നൊന്നും മനസ്സിലാവണില്ല. പെട്ടെന്ന് തന്നെ CP കാണാതിരിക്കാൻ ഋഷി റൂമിൽ കയറി വാതിലടിക്കുന്ന സമയത്ത് ഈ CP ആണെങ്കിൽ ചെന്നിട്ട് ഒച്ച എടുക്കുന്നുണ്ട്, എടാ വാതിൽ തുറന്ന് ഇറങ്ങടാന്നും പറഞ്ഞ്. ആ സമയത്താണ് അരുന്ധതി ഒച്ച കേട്ടിട്ട് അകത്തേക്ക് കയറി വരുന്നത്. അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി CP എന്ന് ചോദിക്കുമ്പോൾ, മാഡം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല CP ഇവിടെ ആരുമില്ല എന്ന് പറയണം. എന്നാൽ ഇവിടെ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്, ഏത് കള്ളൻ, അങ്ങനെ കള്ളനൊന്നും ഇവിടെ ഉണ്ടാവില്ല CP എന്ന് പറയണു. അപ്പോൾ തന്നെ അരുന്ധതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇത് വേറെ ആരുമല്ല ഋഷിയാണ്. അന്നേരം CP പറയുന്നുണ്ട്, ഇല്ല മാഡം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ഇപ്പോൾ അവൻ ഈ റൂമിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടിട്ടുണ്ട്, ഞാൻ കുറേ വിളിച്ചിട്ട് അവൻ വാതിൽ തുറക്കണില്ല എന്നും പറഞ്ഞ് വീണ്ടും കഥകിലിങ്ങനെ തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ട്, വാതിൽ തുറക്കടാ മര്യാദക്ക്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെയാണ്. അരുന്ധതിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ റൂമിൽ കയറിയേക്കുന്നത് ഋഷിയാണ്. ഇനിയിപ്പോൾ CPയുടെ അടുത്ത് എന്തു പറയുന്നുള്ള ടെൻഷനിലാണ് അരുന്ധതി നിൽക്കണേ. ആ സമയം CP ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ, പോലീസിനെ വിളിക്കും മേഡം, പിന്നെ അടുത്തുള്ള വീടുകളിലെ ആളുകളെയും വിളിക്കുക, എല്ലാവരെയും ചേർത്ത് നമുക്ക് ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന്. ഈ സമയത്ത് ഋഷി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ആളുകളൊക്കെ വന്നാൽ ആകെ പ്രശ്നമാവും, അത് വലിയ ബുദ്ധിമുട്ടിലാവും, എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് കണക്കാക്കി ഈ ഋഷി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും CP അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം വിളിക്കണില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും SP-നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയതും ഈ ഋഷിയാണ് ഈ ഡോറ് തുറന്നു വരുന്നുണ്ട്. ഋഷിയെ കണ്ടതും സത്യത്തിൽ CP ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഇത് ഋഷിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ അങ്കിളെ, ഞാൻ അങ്കിളിനെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അന്നേരം അരുന്ധതി മേഡം എന്നിട്ട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, കുറേ ദിവസമായിട്ട് മേഡം ഋഷിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് നടക്കുമായിരുന്നല്ലോ, ഇപ്പോഴും മേഡത്തിൻ്റെ മുഖത്ത് ഋഷി തിരിച്ചു വന്നതിൻ്റെ സന്തോഷമൊന്നുമില്ലല്ലോ, നീ എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി അങ്കിളെ തിരിച്ചു വന്നേ, എന്നിട്ടും മേഡം എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, എന്ത് പറ്റി മേഡം, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതൊക്കെ വിട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം, എന്തായാലും ഇപ്പോൾ നമുക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് കമ്പനിയായിട്ട്, ആ മീറ്റിംഗ് എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം, എന്തായാലും CP വാ, ഋഷി നീ നിൻ്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് ഋഷിയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ CPയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഈ ഋഷിയുടെ കാര്യങ്ങൾ CP ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുരളിയുടെ ഫോണിലേക്ക് ദേവിക വിളിക്കുന്നുണ്ട്. കോൾ എടുത്തതും എന്താ ദേവിക എന്ന് പറയുമ്പോൾ, മുരളിയേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിലുണ്ട്, എന്നാൽ മുരളിയേട്ടനൊന്ന് വീട്ടിലോട്ട് വരാമോ, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം, എന്തായാലും പെട്ടെന്ന് വന്നെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ വരാൻ ദേവിക എന്ന്. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ റെഡിയായി നിൽക്കുന്ന സമയത്ത് ശാരിക റെഡിയായിട്ട് ഇങ്ങനെ പോകണം കാണുന്നുണ്ട്. ആ സമയം ദേവിക വന്നിട്ട് ശാരികയോട് ചോദിക്കുന്നുണ്ട്, ശാരി നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പം, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി എന്ന് പറയണം. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, നിനക്ക് മീറ്റിങ്ങോ, അതെന്ത് മീറ്റിംഗ് ആടിയെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ചേച്ചി MLA-മാർക്കും മന്ത്രിമാർക്കും മാത്രമാണോ മീറ്റിംഗ് ഉള്ളൂ, സാധാരണ ആളുകൾക്കൊന്നും മീറ്റിംഗ് ഇല്ലേ, ഞങ്ങൾക്കും മീറ്റിംഗ് ഉണ്ട്, വിദ്യാർത്ഥികളുടെ മീറ്റിംഗ്, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ, നീ എന്തായാലും പോവാൻ തീരുമാനിച്ചേക്കാം അല്ലേ, ഇപ്പം തന്നെ മുരളിയേട്ടൻ വരും, നമുക്ക് ഒരുമിച്ച് പോവാം, പോണ വഴിക്ക് നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇറക്കി വിടാമെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ചേച്ചി, ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്തു എന്നുള്ള ചീത്തപ്പേരൊന്നും ചേച്ചിക്ക് കിട്ടണ്ടെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അത് ഞാൻ സഹിച്ചോളാം, എന്തായാലും നീ വാന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി എനിക്ക് വേറെ വഴിക്കാണ് പോകണ്ടേ, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്, പിന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നിൻ്റെ ഈ രീതികളൊന്നും എനിക്ക് മനസ്സിലാവണില്ല ശാരി, എന്തായാലും നിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്, നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം, എന്നാലും ഞാൻ ചോദിക്കാം, നീ സ്നേഹിക്കുന്ന ആളെക്കുറിച്ചൊരു സൂചനയെങ്കിലും നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, സൂചന പോയിട്ട് അയാളുടെ പേരിൻ്റെ ആദ്യത്തെ ഒരു അക്ഷരം പോലും ഞാൻ പറയില്ല, എന്തായാലും ചേച്ചി ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞാനിപ്പോൾ പോകുന്നത് ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, പിന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളുടെ പേര് പറഞ്ഞാൽ അത് ചേച്ചിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് വരണം, അതുകൊണ്ട് ചേച്ചിയുടെ ജീവിതം ഒന്ന് സെറ്റാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറയാം, ഏറ്റവും ആദ്യം ഞാൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പോകുന്നത് ചേച്ചിയോട് തന്നെയാണ്, അതോർത്ത് ചേച്ചി ടെൻഷൻ ആവുമൊന്നും വേണ്ട, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശാരിക പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ
വെളിയിൽ നിന്നിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഹരിയേട്ടൻ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഹരിയേട്ടൻ അതെന്താണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യട്ടെ. ഹരിയേട്ടന് നന്ദൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസമായിട്ടൊന്നുമില്ല. ഹരിയേട്ടൻ്റെ രീതിയിലൊരു അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഗിരീഷൻ ബൈക്ക് നിർത്തി ഇറങ്ങി വന്നിട്ട് സിദ്ധാർത്ഥൻ്റെ അടുത്ത് എത്തിയതും ആ ഗിരീഷിന് വാടാ അകത്തേക്ക് കയറി പോകാമെന്നും പറഞ്ഞ് ഈ സിദ്ധാർത്ഥൻ ഗിരീഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, എന്തായി സാറേ നന്ദൻ്റെ കാര്യത്തിൽ ഹരിസാർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഹരിയേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും ആ അരുന്ധതിയുടെ വീട്ടിലൊന്ന് പോകണമെന്നാണ് പറഞ്ഞേന്ന്. അത് കേട്ടതും നമ്മളുടെ പ്രഭാവതിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാവണില്ല. പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഹരിയേട്ടൻ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോണേ? അതൊക്കെ കൂടുതൽ പ്രശ്നമാവില്ല സിദ്ധ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമാവില്ല. ഇനി എന്ത് വേണമെന്ന് ഹരിയേട്ടൻ തന്നെ തീരുമാനിച്ചോളും. ഹരിയേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ നടപ്പിലാക്കിക്കോളും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടെന്ന് പറയുമ്പോൾ നന്ദൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, ഹരിയങ്കൾ എന്തിനാ അരുന്ധതിയുടെ വീട്ടിലോട്ട് പോകണേ? അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ നിലവിൽ അവരോട് വലിയൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞു. അവരുടെ മകനെ ഞാൻ കൊന്നു. പിന്നീട് ഇനിയും അവരെ വേദനിപ്പിക്കാനായിട്ടാണോ ഹരിയങ്കൾ അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതല്ല നന്ദ, നീ പറഞ്ഞതിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ഹരിയേട്ടന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഹരിയേട്ടൻ അങ്ങോട്ട് പോകാൻ നിൽക്കണേന്ന് പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് മാറ്റി പറഞ്ഞെന്ന് അച്ഛൻ പറയണേ? ഒരാളെ കൊന്നു എന്നുള്ള സത്യം ഞാൻ ഏറ്റില്ലേ, പിന്നെ അതിലും വലിയ സത്യം എന്നാ ഉള്ളതെന്ന് ചോദിക്കുമ്പം അതല്ല, നീ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഹരിയേട്ടന് തോന്നിക്കാണും. ഹരിയേട്ടൻ നമ്മളെ കൂട്ടല്ലല്ലോ, ഒരുപാട് പ്രതികളെയും കുറ്റവാളികളെയൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പം നിൻ്റെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്നെ ഒരുപാട് ചോദ്യം ചെയ്യുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും കുത്തിപ്പറയും ഒക്കെ ചെയ്തു ഹരിയങ്കൾ. ശരിക്കും പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യും പോലെ തന്നെയാണ് ഹരിയങ്കൾ എന്നെ ചോദ്യം ചെയ്ത്. എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, എല്ലാം സഹിക്കുമായിരുന്നു എന്ന് പറയുമ്പം നീ ഇപ്പം സഹിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തായാലും ഹരിയങ്കൾ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കും, അത് നീ അങ്ങോട്ട് അംഗീകരിച്ചാൽ മതിയെന്ന്. അങ്ങനെ നന്ദനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഹരിയങ്കളിനെ വിളിക്കാനാന്നും പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. ആ സമയം ഗിരീഷൻ ചെന്നിട്ട് ഫോൺ വാങ്ങിയെടുത്തിട്ട് പറയുന്നുണ്ട്, നന്ദ നീ ഇപ്പം ഹരിസാറിനെ വിളിക്കാനൊന്നും പോകണ്ട. എന്തായാലും ഹരിസാറ് നമ്മളുടെ നന്മയ്ക്കായിട്ടുള്ള തീരുമാനം എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അരുന്ധതി മേഡത്തിനെ കാണണമെങ്കിൽ കാണട്ടെ, അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന്. പിന്നീട് നന്ദനാണെങ്കിൽ ഫോൺ കൊടുത്തിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നന്ദൻ പോയി കഴിഞ്ഞതും പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധു നന്ദന ആകെ വിഷമത്തില, അവൻ മനസ്സ് തകർന്നാ നിൽക്കണേ, അവനെ കൂടുതൽ വിഷമിപ്പിക്കില്ല, അവൻ നമ്മുടെ മോനല്ലേ എന്ന് പറയുമ്പം താൻ എന്തൊക്കെയാണ് ഈ പറയണേ? അവനൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല, താൻ മടിയിൽ വെച്ച് പുന്നാരിച്ചുകൊണ്ടിരുന്ന നന്ദനല്ല ഇപ്പം അവനൊരു കൊലപാതക കേസിലെ പ്രതിയ. അവനെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ? അവനെ സപ്പോർട്ട് ചെയ്ത് ചെയ്താൽ അവൻ ഇങ്ങനെ ആയേ, ഇനിയും സപ്പോർട്ട് ചെയ്താൽ അവനക്ക് ഒന്നിനൊരു ധൈര്യം ഉണ്ടാവില്ലാന്ന്. ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ്. ദേവിക മാധവൻ്റെ അടുത്ത് എന്നിട്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ എന്ന് പറയണം. അന്നേരം രാധികയോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് കഴിക്കാനുള്ള മരുന്നൊക്കെ അമ്മ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പം ആ ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണം മോളെ, ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഷാരി കൊടുത്തു, അതെല്ലാം ഷാരി എപ്പോഴും കൃത്യമായിട്ട് ചെയ്യാറുണ്ട്, ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി മരുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്, അതുകൊണ്ട് അച്ഛനുമായിട്ട് വന്നിട്ട് സംസാരിക്കാം, ഇനി അച്ഛന് ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞുതരാം, വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറയുമ്പം മാധവൻ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് മോളെ. എന്താ അച്ഛാ, എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പം എനിക്ക് നന്ദനെ ഒന്ന് കാണണം എന്ന് പറയണം. അന്നേരം ഈ ദേവിക പറയുന്നുണ്ട്, തൽക്കാലം അത് നടക്കില്ല അച്ഛാ, അവിടുന്ന് നന്ദു പുറത്തിറങ്ങാതിരിക്കുക, നന്ദു എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ ആകെ വിഷമിച്ചിരിക്കുക എന്ന് പറയുമ്പം ഈ മാധവൻ പറയുന്നുണ്ട്, മോളുമായിട്ടുള്ള വഴക്ക് ഓർത്തിട്ടായിരിക്കും നന്ദന് ടെൻഷൻ. എന്തായാലും നന്ദൻ എന്നെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നമുക്ക് മനസ്സിലായ വിവരം നന്ദനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നന്ദുവിന് അറിയാം, അതുകൊണ്ടൊന്നുമല്ല, വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അച്ഛാ, അതിപ്പോൾ തൽക്കാലം എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല നന്ദൻ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ സമയത്ത് മാധവൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇപ്പോഴും നന്ദനോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പം ദേഷ്യമല്ല അച്ഛാ, അതിലും വലിയ പ്രശ്നത്തിലാണ് ഇപ്പം നന്ദു നിൽക്കണം. എന്തായാലും ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ CP ആണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഋഷി ഒരു യാത്രയിലാണെന്നല്ലേ പറഞ്ഞ്, എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പം
ഞാൻ ഇന്നലെ അങ്കിളെ തിരിച്ചു വന്നത്, എന്നിട്ട് മേഡം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് ഇത് എല്ലാവരോടും പറയണമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഇത് ആരോടും സി പി അങ്കിൾ പറയരുത്, ഞാനിപ്പോൾ മരിച്ച ആളാണ്. അന്നേരം സി പി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ഋഷി നീ പറയണേ, നീ മരിച്ച ആളാണോ, നീ ഇപ്പോൾ ജീവനോടെ അല്ലേ ഇവിടെ നിന്ന് എന്നോട് സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനിപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞു, മരണപ്പെട്ടു എന്നല്ല കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. നീ എന്തൊക്കെയാണ് പറയണ ഋഷി, ഇതെന്താ മേഡം ഇവനീ പറയണേ, എന്തായാലും ഓഫീസിൽ ചെന്ന് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാനിരിക്കുക ഞാനെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, തൽക്കാലം എന്നെ ഇവിടെ കണ്ട വിവരം സി പി അങ്കിൾ ആരോടും പറയരുത്. അതെന്താ കാര്യം, എന്താ പറഞ്ഞ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്ക് വേറൊരു ലക്ഷ്യങ്ങളുണ്ടെന്ന്. അന്നേരം ഈ സി പി അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഡം ഈ ഋഷി പറയുന്നത്, ഋഷിക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഋഷി വന്ന സമയത്ത് ഋഷിയുടെ സംസാരവും പെരുമാറ്റവും കേട്ടിട്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായ ഋഷി എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണ് മുന്നോട്ട് പോണേ സി പി, അതുകൊണ്ട് തൽക്കാലം സി പി ഇവരെ ആരോടും പറയണ്ടെന്ന് പറയുമ്പം സി പി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം മേഡം എന്ന് ചോദിക്കുമ്പം തൽക്കാലം ഇത് ആരും അറിയരുതെന്ന് അവനെ ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. അന്നേരം ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഋഷി എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ശരിക്കും ഞാനിപ്പോൾ കൊല ചെയ്യപ്പെട്ട ആളാണ്, നന്ദനാൽ ഞാൻ കൊല ചെയ്യപ്പെട്ടു, അതിനുകൊണ്ട് തന്നെ ഇനി ചന്ദ്രോത്തുകാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ ഈ നാടകം അവസാനിപ്പിക്കുള്ളൂ. സി പി അങ്കിൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഇന്നലെ ഒന്നും അല്ല ഇവിടെ വന്നത്, പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഈ വീട്ടിലുണ്ടായിരുന്നത്. അത് കേട്ടതും സി പി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കുമ്പം ഈ ഋഷി പറയുന്നുണ്ട്, അങ്കിളിനൊന്നും മനസ്സിലായില്ല അല്ലേ, എന്നാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം, നന്ദനിപ്പോൾ എന്നെ കൊന്ന കേസിൽ പ്രതിയാണ്. അന്നേരം സി പി ചോദിക്കുന്നുണ്ട്, അതിന് ഋഷിയല്ലേ ജീവനോടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ അങ്ങനെ വിശ്വസിപ്പിച്ചേക്കുക, നന്ദൻ എന്നെ കൊന്നൂന്ന്, അതുകൊണ്ട് തൽക്കാലം ഈ സത്യങ്ങൾ ആരും അറിയരുത്, ചന്ദ്രോത്ത് തറവാട് തകർന്ന് തരിപ്പണമാകണ വരെയും എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അത് കേട്ടതും സി പി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഈ ഋഷിയുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഋഷിയുടെ ഈ നാടകം അധിക ദിവസമൊന്നും മുന്നോട്ട് പോകില്ല. അതിനു മുമ്പായിട്ട് തന്നെ പോലീസ് അന്വേഷണം വരുമ്പം ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം അടുത്ത എപ്പിസോഡിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.